പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിന് വളരെ പ്രത്യേകമാംവിധം പ്രതിഷ്ഠിതമാണല്ലോ ഒക്ടോബർ മാസം. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ മറിയത്തിന് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കുണ്ട്. പരിശുദ്ധ കന്യകാമറിയം രക്ഷകൻ്റെയും യേശുവിൻ്റെയും അമ്മയായതുകൊണ്ട് അവിടുത്തെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. 11-ാം ലയോ മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയോടുള്ള ആ വലിയ സ്നേഹത്തിൽ വളരുവാൻ ക്രൈസ്തവ സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ക്ലെമൻ്റ് മാർപ്പാപ്പ ഒക്ടോബർ മാസം മുഴുവനും പരിശുദ്ധ ജപമാലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് ആ മാസം മുഴുവനും ജപമാലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും കൊന്ത നമസ്കാരം ചൊല്ലുകയും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. കൊന്ത എന്ന പേര് വന്നത് പോർച്ചുഗീസ് പദമായ കൊന്തേരെ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എണ്ണുക, എണ്ണിപ്പിടിക്കുക എന്നൊക്കെയാണ്. അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ, പ്രാചീന കാലത്ത് സന്യാസിമാർ അവരുടെ സമൂഹത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അത് എണ്ണി പിടിച്ച് അവർ പ്രാർത്ഥന തമ്പുരാൻ്റെ സന്നിധിയിൽ അവർ സമർപ്പിച്ചിരുന്നു. വാസ്തവത്തിൽ അങ്ങനെ അവിടെ നിന്നാണ് ഈ എണ്ണിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നിലവിലേക്ക് വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോർച്ചുഗീസ് പദമാണ് കൊന്തേരെ. അതിനകത്തു നിന്നാണ് കൊന്ത എന്നുള്ള പദം പുറത്തേക്ക് വന്നത്. നമ്മളിപ്പോൾ കൊന്ത ചെല്ലുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അമ്മയുടെ കരങ്ങളിൽ പരിശുദ്ധ ജപമാല ഉണ്ടായിരുന്നു. അമ്മ അവിടെയൊക്കെ പറയുന്ന കാര്യം ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. കൊന്തയെക്കുറിച്ചുള്ള ഈ കൊന്ത ഭക്തിയെക്കുറിച്ചുള്ള ഈ മരിയ ഭക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ ഡോമിനിക്കിലൂടെയാണ് പരിശുദ്ധ കന്യകാമറിയം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വിശുദ്ധ ഡോമിനിക്കാണ് വാസ്തവത്തിൽ ഈ ജപമാലയുടെ രഹസ്യങ്ങൾ 3ആയിട്ട് തിരിക്കുകയും അതിൽ ഓരോ സന്തോഷം, ദുഃഖം, മഹിമ ഈ രഹസ്യങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് അതൊരു മാലയായി തീർക്കുകയും അത് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ദൈവജനത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ വിശുദ്ധ ഡോമിനിക്കിലൂടെ കാലക്രമേണ ക്രമീകൃതമാകുന്നത് നമ്മൾ കാണുകയാണ്. 8-ാം പീയൂസ് മാർപ്പാപ്പയാണ് നമ്മുടെ പരിശുദ്ധ ജപമാലയിൽ ഓ എൻ്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന ചേർത്ത് വയ്ക്കുന്നത്. എന്നാൽ വിശ്വാസം, ശരണം, ഉപവി ഈ പ്രാർത്ഥനകൾ ജപമാലയിൽ ചേർത്ത് വയ്ക്കുന്നത് 12-ാം പീയൂസ് മാർപ്പാപ്പയാണ്. പരിശുദ്ധ അമ്മ ഫാത്തിമായിൽ ജസീന്ത, ഫ്രാൻസിസ്, ലൂസി എന്നീ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ അവരോട് പറഞ്ഞു, ജപമാല ചൊല്ലുന്നത് എന്തിനാണ്, എന്തെല്ലാം നിയോഗങ്ങൾക്കാണ് എന്നുള്ള കാര്യം അമ്മ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ ലൂസിയോട് അമ്മ പറഞ്ഞു, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലണം. പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധം, ശുദ്ധീകരാത്മാക്കളുടെ രക്ഷ ഇതിനൊക്കെ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആ കുഞ്ഞുങ്ങളോട് നേരിട്ട് പറയുകയുണ്ടായി. ജപമാല സഭയുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള മാർപ്പാപ്പമാരെല്ലാം അവരുടെ തിരുവെഴുത്തുകളിലൂടെ ഈ പരിശുദ്ധ ജപമാലയെക്കുറിച്ച് ആധികാരികമായി പറയുകയും ആ ഭക്തി പ്രചരിപ്പിക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പരിശുദ്ധ ജപമാല, ഇത് ഇംഗ്ലീഷിൽ നമ്മളിതിനെ റോസറി എന്ന് പറയും. ആ ഒരു പേര് വരാനായിട്ടും ഒരു കാരണമുണ്ട്. പ്രാചീന സഭയിലെ കർത്തൂസ്യൻ സഭാസമൂഹത്തിൽപ്പെട്ട ഒരു സന്യാസി പരിശുദ്ധ അമ്മയുടെ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഒരു മാലാഹ ഈ സന്യാസിയുടെ അധരത്തിൽ നിന്ന് ഈ വീഴുന്ന പ്രാർത്ഥനകൾ ഒരു കൊച്ച് റോസപുഷ്പമായി ശേഖരിച്ച് അതൊരു മാലയാക്കി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കഴുത്തിൽ കൊണ്ടുപോയി അണിയുകയാണ്. അതേസമയം ഈ സന്യാസിയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സുപ്പീരിയർ കാണുന്ന ഒരു കാര്യമുണ്ട്.
ഒരു കൊച്ചു മാലാഹ ഇദ്ദേഹത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ പ്രാർത്ഥന ചേർത്തെടുത്ത് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ വീണ്ടും സമർപ്പിക്കുകയാണ്. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് മരിയ ഭക്തർക്ക് ഇങ്ങനെയുള്ള ദർശനങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു, അനുഭവിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് വാസ്തവത്തിൽ റൊസേരിയും ജപമാല, റോസറി എന്നുള്ള പേരിലേക്ക് ഈ പേര് ക്രമേണ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു യുവ സഹോദരൻ പങ്കുവച്ച കാര്യം ഓർക്കുകയാണ്. ഒരുപാട് നല്ലൊരു കോഴ്സ് ഒത്തിരി പൈസയൊക്കെ മുടക്കി പഠിച്ചു, കുറേ കമ്പനികളിലൊക്കെ ജോലിക്ക് കയറി. പക്ഷേ പഠിച്ചതനുസരിച്ചുള്ള ഒരു ജോലി സെറ്റ് ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് ആ യുവ സഹോദരന് സാധിച്ചില്ല. അങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ ചെന്നപ്പം പ്രാർത്ഥിച്ച കൗൺസിലർ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്ക്, സമയത്തിൻ്റെ ആ തികവിൽ പരിശുദ്ധ അമ്മ നിനക്ക് ഏറ്റവും മനോഹരവും സുന്ദരവുമായ ജോലി തരപ്പെടുത്തി തരുമെന്ന്. ഈ മകൻ എന്ത് ചെയ്തു? ധ്യാനമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. പരിശുദ്ധ അമ്മയുടെ ഭക്തിയുണ്ട്, ജപമാലയൊക്കെ ചെല്ലും. പക്ഷേ ഇത് പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം സമ്പൂർണ്ണ ജപമാല 203 മണി കൂടുന്നതാണ് സമ്പൂർണ്ണ ജപമാല. അങ്ങനെ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ സഹോദരൻ പറയുകയാണ്, 23-ാമത്തെ ദിവസം ഇദ്ദേഹത്തിന് നല്ലൊരു കമ്പനിയിലേക്ക് നല്ല ശമ്പളത്തിൽ ഒരു ജോലി വന്നു. അവിടെ പോയി ജോയിൻ ചെയ്തു. ഇന്ന് നല്ല രീതിയിലുള്ള വലിയൊരു പോസ്റ്റ് അദ്ദേഹം വഹിക്കുകയാണ്. എന്നിട്ട് ആ യുവ സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് ഈ ജോലി പരിശുദ്ധ അമ്മ തന്ന ജോലിയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് നമ്മൾ ജപമാല ചൊല്ലി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജപമാല വാസ്തവത്തിൽ ഒരു സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്വർഗത്തിൽ നിന്നും നീട്ടപ്പെട്ട് നമ്മുടെ കരങ്ങളിൽ എത്തപ്പെട്ട സമ്പൂർണമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കൊന്ത നമസ്കാരം, ജപമാല പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയുന്നത്. ജപമാല ചൊല്ലുന്ന വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, സമൂഹമുണ്ട്. അവരെയൊക്കെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒക്കെയുള്ള ഒരു ധ്യാനമാണെന്ന് നമുക്ക് പറയാം ഈ ജപമാല. അതിൻ്റെ ഒരു ശാന്തഗംഭീരമായ ഒഴുക്ക് നിമിത്തം ആ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും സ്നേഹം നിറയുന്നു, സമാധാനം നിറയുന്നു, എന്തോന്നില്ലാത്ത ഒരു അനിർവചനീയമായിട്ടുള്ള മാതൃഭക്തി അവരുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാരണമേ ഉള്ളൂ. ഓരോ ജപമാലയും നമ്മൾ ചെല്ലുമ്പോൾ അമ്മ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ അടുത്ത് സമീപസ്ഥയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇനി മുതൽ ജപമാല ചെല്ലുമ്പോൾ നമുക്ക് അമ്മയെ വിളിക്കാം, അമ്മേ, ഈ ജപമാല ചൊല്ലുവാൻ, പ്രാർത്ഥിക്കുവാൻ അമ്മ എൻ്റെ കൂടെ വരണമേ എന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ അംബ്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ നിന്നും ഈശോ ഇറങ്ങി വന്ന ഗോവണിപ്പടിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് കയറിപ്പോകേണ്ടത് പരിശുദ്ധ അമ്മയാകുന്ന ഈ ഗോവണിപ്പടിയിലൂടെയാണ്. അതുകൊണ്ട് സ്നേഹനിർഭരവും ഭക്തിനിർഭരവുമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അഭിഷേകം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് ഈ ജപമാല പ്രാർത്ഥന കുടുംബങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്, ഒത്തിരി പേരെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. ഏത് സമയത്തും നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം നമ്മുടെ അധരത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയെക്കുറിച്ച് എഴുതിയ ചാക്രി ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അസംഖ്യം വിശുദ്ധാത്മാക്കൾ ഉപയോഗിച്ചിരുന്നതും സ്നേഹിച്ചിരുന്നതുമായ വലിയ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. സഭ അവളുടെ കഷ്ടതയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൂടുതൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അവിടെ എന്നിട്ട് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടെ ശ്രേഷ്ഠമാണ്. പരിശുദ്ധ മറിയത്തോടൊപ്പം ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കാൻ ജപമാല പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ എല്ലാം ഈ ജപമാല പ്രാർത്ഥന ഏറെ സഹായകമാണെന്ന് ഇത് വിശുദ്ധനായ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് 2 പ്രാർത്ഥനകളാണ്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഒന്ന് വിശുദ്ധ കുർബാന,
2 പരിശുദ്ധ ജപമാല. നോക്ക്, ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഈ ജപമാല പ്രാർത്ഥനയിൽ അഭയം തേടുകയും ജപമാല ചൊല്ലി ചൊല്ലി വിശുദ്ധിയുടെ പടവുകൾ അവർ ചവിട്ടിക്കയറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പം, അടുക്കളയിലായിരിക്കുമ്പം, കൃഷിസ്ഥലത്തായിരിക്കുമ്പം, യാത്രയിലായിരിക്കുമ്പം ഒക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന. എത്രയോ കുടുംബങ്ങളെ ഇന്ന് പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും രമ്യതയിലും ഒക്കെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭക്തിയും ഇതിൻ്റെ ശക്തിയുമൊക്കെ അറിയാവുന്നവർ നിശ്ചയമായിട്ടും ജപമാല പ്രാർത്ഥന അമ്മയോട് ചേർന്ന് ചെല്ലും. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയെ എങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ജപമാല രാജ്ഞി എന്ന് വിളിക്കപ്പെടാനാണ് ഞാൻ ആശിക്കുന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ ജപമാല രാജ്ഞിയോട് ചേർന്ന് ജപമാലയിലെ ദിവ്യകരമായ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്വർഗീയ കൃപദാനങ്ങൾ കൊണ്ട് നമ്മളെ പരിശുദ്ധ അമ്മ അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആശുപത്രിയിൽ പോയി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജപമാലയുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സിസ്റ്റേ, എനിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം കിട്ടി, ഒത്തിരി ദിവസങ്ങൾ കർത്താവ് അനുവദിച്ചു. ഞാൻ ഈ കട്ടിലിൽ കിടന്ന് ഒരു ജപമാല ചൊല്ലിക്കഴിയുമ്പോഴേക്കും വീണ്ടും അടുത്ത ജപമാല കൂടെ ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹവും ആശയും. അതുകൊണ്ടായിരിക്കാം വളരെ സ്പീഡിൽ എൻ്റെ അസുഖങ്ങൾ എനിക്ക് കുറയുകയും കർത്താവ് എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഒപ്പമുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആ സഹോദരന് ആശുപത്രിയിൽ കിടക്കയിൽ കിടന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾക്കറിയാം, നാരകീയ ശക്തികളുടെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ നമുക്ക് തന്ന വലിയൊരു ആയുധമാണ് പരിശുദ്ധ ജപമാല. അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നത് ജപമാല ഭക്തർക്ക് കൊടുക്കപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങൾ 15 എണ്ണമാണ്. അതിനകത്ത് ഏറ്റവും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ജപമാല ധരിക്കുന്നവരെ, ജപമാല ചൊല്ലുന്നവരെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കും. അവർക്ക് വലിയൊരു സംരക്ഷണം മാതാവ് ഒരുക്കുകയാണ്. ഞാൻ ജപമാല ധരിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ സദാസമയവും പരിശുദ്ധ അമ്മ നമ്മളെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണിത്. ജപമാല ധരിച്ച് നടക്കുന്ന ഒരു ആത്മാവിനെ, ഒരു ഹൃദയത്തെ പരിശുദ്ധ അമ്മ സ്മരിക്കും. അമ്മയുടെ ഓർമ്മയിലുണ്ട്, ഈ ജെയിംസ്, ഈ മേരി, ഈ വർഗീസ് എൻ്റെ ഭക്തനാണ്, അവനെ നിശ്ചയമായിട്ട് ഞാൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഏറെ കിട്ടാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നമ്മുടെ വാക്കുകൾ കൊണ്ട്, ധ്യാനങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം. പോൾ ആറാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, എഴുത്തും വായനയും അറിയത്തില്ലാത്തവരുടെ പുസ്തകമാണ്, അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ജപമാല എന്നാണ് പറയുന്നത്. എഴുത്തും വായനയും അറിയത്തില്ലാത്തവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ജപമാല. ഒരു സ്വർഗീയമായിട്ടുള്ള അഭിഷേകമാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുക. ആദ്യ സുറിയാനി കുർബാനയൊക്കെ ഉണ്ടായിരുന്ന കാലയളവിൽ അതിനെക്കുറിച്ച് അത്ര ആഴമായി അറിയത്തില്ലാതിരുന്ന നമ്മുടെ മാതാപിതാക്കളൊക്കെ വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അവർ ജപമാല കൂടെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അവർക്കത് സുഗമമായി ചെല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. മറ്റേ അർത്ഥങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയത്തില്ലാതിരുന്നത് കൊണ്ട് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എത്രയോ വിശുദ്ധാത്മാക്കളാണ് ഇതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് വിശുദ്ധരായി തീർന്നത്. വിശുദ്ധ പാത്രോപ്പിയോ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ എല്ലാ മനുഷ്യരോടും എനിക്ക് പറയണം, ഈ ലോകം മുഴുവനോടും എനിക്ക് പറയണം, ഈ ലോകം മുഴുവനും ഇത് വിളിച്ചു പറയുവാനായിട്ടുള്ള ശബ്ദം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിശുദ്ധ പാത്രോപ്പിയോ പറയുന്നത്. ലോകം മുഴുവനോടും വിളിച്ചു പറയണം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ. എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ. ഈ നാളുകളിലൊക്കെ നമ്മൾ പത്രത്തിലും അതുപോലെ ന്യൂസുകളിലൊക്കെ കണ്ടല്ലോ, അമേരിക്കയുടെ പല ഭാഗങ്ങളിലായിട്ട് വലിയ കാറ്റും മഴയും ഒക്കെ മൂലം ഒരുപാട് പേര് ദുഃഖദുരിതത്തിൽ അകപ്പെട്ട് നമ്മൾ കണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അവിടുന്ന് ഒരു സഹോദരി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങളുടെ വീട് മുഴുവനും വെള്ളത്തിൽ പോയി, ഞങ്ങൾക്കൊന്നുമില്ല, ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും
ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. എല്ലാം പോയി. പക്ഷേ അതെല്ലാം സ്വീകരിക്കാനുള്ള ശക്തി ആ വലിയ 3 ദിവസം നീണ്ടുനിന്ന മഴയിലും കാറ്റത്തും ഇവർ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുവെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. എത്ര ജപമാല ചൊല്ലിയെന്നറിയില്ല സിസ്റ്റർ, രാത്രിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഭയപ്പെട്ടിട്ട്. ഞങ്ങളതുപോലെ കുടുംബസമേതം ജപമാല ചൊല്ലി മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചു. ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, മറ്റൊരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷേ ഞങ്ങൾ സന്തുഷ്ടരാണ്. അമ്മ ഞങ്ങൾക്കെല്ലാം ബാക്കി കൂട്ടിച്ചേർത്ത് തരും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. കൃതജ്ഞതയോടുകൂടി അവർ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു നോക്കിക്കേ. അമ്മ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നമുക്ക് തരികയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിൽ എന്നും കലഹമാണ്, എന്നും വഴക്കാണ്, തർക്കമാണ്. ആരാണ് വിജയിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ സഹോദരൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ജപമാലയെങ്കിലും ഒന്ന് വീട്ടിൽ ചെല്ലാവോ? സമ്പൂർണ്ണ ജപമാല ചെല്ലാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു രഹസ്യമെങ്കിലും, അതാത് ദിവസത്തെ ഒരു രഹസ്യമെങ്കിലും ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാമോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് ജപമാല അങ്ങനെ കൃത്യമായ രഹസ്യങ്ങൾ ധ്യാനിക്കുവാനായിട്ട് അറിയില്ല. ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ ബുക്ക് കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, മനസ്സിലിങ്ങനെ ഓർക്കുക, ദുഃഖം ചെല്ലുമ്പം ദുഃഖകരമായ ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സഹോദരൻ മനസ്സിൽ ഓർത്ത് ധ്യാനിച്ചിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ വ്യക്തിയെ പറഞ്ഞയച്ചു. ഞാനും ഒരു 2-3 ദിവസം ഇദ്ദേഹത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഒന്ന് ആ വീട്ടിലേക്ക് ചെല്ലണം. അമ്മ ആ വീട്ടിലേക്ക് ഒന്ന് കടന്നു ചെന്നിട്ട് ഇപ്പോൾ അവരഭിമുഖീകരിക്കുന്ന ഈ വലിയ ജീവിത വിഷയത്തിൽ നിന്ന് അവർക്ക് വലിയൊരു സമാധാനം കൊടുക്കണം അമ്മേ, വിടുതൽ നൽകണം അമ്മേ. അമ്മയോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, അവരും പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയോ, അത്ഭുതകരമായിട്ട് വേർപിരിയാൻ തക്കപോലെ തന്നെ കുടുംബ വഴക്കിൻ്റെ പ്രശ്നത്തിലെത്തിയിരുന്ന ഇവർ പിറ്റത്തെ ആഴ്ചയിൽ എന്ന പോലെ ആകാൻ തക്കപോലെ നീണ്ടു നിന്നില്ല അവരുടെ പ്രാർത്ഥനകളും അവരുടെ ജീവിതങ്ങളും. അതിനിപ്പുറം തന്നെ പരിശുദ്ധ അമ്മ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു, സമാധാനം നൽകി. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം അവർ വിട്ടുവീഴ്ച ചെയ്യുവാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം അവരുടെ ഭവനത്തിൽ കൈയാളിയതുകൊണ്ട് അവരുടെ നല്ല ആ ജീവിതം മാതാവ് അവർക്ക് തിരിച്ചു കൊടുത്തു. ഒരുപാട് ജീവിത പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. നിങ്ങൾക്ക് അമ്മയൊന്ന് വിളിക്കാൻ പറ്റുമോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ജപമാലയിലെ ഈ പ്രാർത്ഥനകൾ മുഴുവനും നിങ്ങൾക്കറിയോ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ജപമാലയുടെ രഹസ്യമെന്ന് പറഞ്ഞാൽ ക്രിസ്തു രഹസ്യത്തെ ധ്യാനിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവാണ് ഈ ജപമാലയിലെ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേന്ദ്രബിന്ദുവിലേക്ക് എത്താൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൾ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. ഹൃദയത്തിൽ അവൾ എല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവൾ ധ്യാനിച്ചു കൊണ്ടേയിരുന്നു. മറിയത്തിൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ ആ ധ്യാനം, ആ ചിന്ത എന്ന് പറയുന്നത് യേശുവിനെക്കുറിച്ച് തന്നെയായിരുന്നു, മറ്റൊന്നും ആയിരുന്നില്ല. യേശുവിനെക്കുറിച്ച് തന്നെയുള്ള മറിയത്തിൻ്റെ ആ ചിന്ത വാസ്തവത്തിൽ ഒരു കൊന്ത നമസ്കാരമായിരുന്നുവെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ സദാസമയവും യേശു സ്മരണകൾ ഉരുവിട്ടുകൊണ്ടിരുന്ന മറിയത്തോട് ചേർന്ന് സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ട ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നുണ്ട്. നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അതാ നന്മ നിറഞ്ഞ മറിയം ജപത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. വീണ്ടും എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എവിടെ നിന്ന്? ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ തിരുവചന ഭാഗമാണ്. അപ്പം നന്മ നിറഞ്ഞ മറിയമേ ജപം മുഴുവനും വിശുദ്ധ ഗ്രന്ഥമാണ്, വിശുദ്ധ വചനമാണ്, സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ അഭിസംബോധന തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം, പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ശേഷം നമ്മൾ ചെല്ലുകയാണ്, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് ഇറങ്ങില്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പാപികളാണ് എന്നുള്ള അവസ്ഥാവിശേഷം. അപ്പോൾ ഓർത്ത് നോക്കുക, ഇത് ക്രിസ്തു രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിച്ചിട്ടുണ്ട്.
ഒരു ദിവസം ഞങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഞാനുണ്ട്, എൻ്റെ കൂടെ വേറൊരു സിസ്റ്ററുമുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ വണ്ടി എതിരെ വന്ന ഒരു വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചു. കുറേ പേർക്ക് അപകടങ്ങളുണ്ടായി, പരുക്കുകളുണ്ടായി, ആശുപത്രിയിൽ കൊണ്ടുപോയി, ഞങ്ങളെയും ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ ആ വലിയ ഒരു അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഇന്നും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനായിട്ടുള്ളൂ. ഈ നന്മ നിറഞ്ഞ മറിയം എന്നുള്ള ജപം ചൊല്ലി, അമ്മേ എൻ്റെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നിമിഷം തന്നെ അമ്മ ഞങ്ങളുടെ ജീവനെ കാത്തു. ആ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും ജീവനെ അമ്മ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മറിയത്തോട് ചേർന്ന് ധ്യാനിക്കാൻ, മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ, ഊണിലും ഉറക്കത്തിലും യാത്രയിലും അധ്വാനത്തിലും ഒക്കെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ പരിശുദ്ധ ജപമാല പ്രാർത്ഥനയുടെ ശക്തി നമുക്കറിയാമെങ്കിൽ നമ്മൾ ഈ ജപമാല ചൊല്ലി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. സമ്പൂർണ്ണ ജപമാല 203 മണി ജപമാല ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടുക. നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധമ്മ കടന്നു വരും, മക്കളിലേക്ക് പരിശുദ്ധമ്മ കടന്നു വരും, നിങ്ങളുടെ വ്യക്തിജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലേക്കും പരിശുദ്ധമ്മ കടന്നു വരും. അമ്മയ്ക്ക് അത്രയും മാധ്യസ്ഥ ശക്തിയുണ്ട് യേശുവിൻ്റെ പക്കൽ. അതുകൊണ്ടാണ് ആരൊക്കെ എവിടെയൊക്കെ ജപമാല പ്രാർത്ഥന ചെല്ലുന്ന സമൂഹങ്ങളുണ്ടോ വ്യക്തികളുണ്ടോ അവരുടെ അടുത്തേക്ക് പരിശുദ്ധമ്മ ഓടി ചെല്ലുകയാണ്. അപ്പം നമുക്ക് അമ്മയെ കൂടെ വിളിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ ജപമാല പ്രാർത്ഥന ഇനി മുതൽ ചെല്ലുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള അറിവോടും ഭക്തിയോടും കൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സ്വർഗത്തിൽ നിന്നും നീട്ടപ്പെട്ട ഈ ഒരു വലിയ ആയുധം, നാരകീയ ശക്തികളെ തകർക്കുന്ന ഈ ആയുധം, തിന്മയെ തകർക്കുന്ന ഈ ആയുധം എനിക്കും ഒരായുധമാണ്, നിങ്ങൾക്കും ഒരു ആയുധമാണ്. എല്ലാവിധ ആപത്ത്, അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ രക്ഷിക്കുവാൻ ഈ പരിശുദ്ധ ജപമാല പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അതുകൊണ്ട് അസംഖ്യം വിശുദ്ധാത്മാക്കൾ സ്നേഹിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതുമായ ഈ പ്രാർത്ഥന നമ്മളുടെ വ്യക്തിജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ഒരു ഭാഗമായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങളെ, മക്കളെയൊക്കെ ഒന്നിപ്പിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട കണ്ണി ഈ ജപമാലയിൽ ഈ ഓരോ മണികളും ചേർന്നിരിക്കുന്നത് പോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, സമൂഹ ബന്ധങ്ങളെ, സഭാത്മക ബന്ധങ്ങളെ കൂട്ടിപ്പിടിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. അമ്മയ്ക്ക് അത്രയും മധ്യസ്ഥ ശക്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, അമ്മയോട് ചേർന്ന് സ്വർഗത്തിൻ്റെ ഈ വലിയ പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു രഹസ്യങ്ങൾ ഇതിലൂടെ ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി തീരുവാൻ അമ്മ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ ഒക്ടോബർ മാസം മുഴുവനും പരിശുദ്ധ ജപമാലയുടെ ഭക്തിപ്രചരണ മാസമായി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ജപമാല രാജ്ഞിയായ അമ്മയുടെ സഹായം ഞങ്ങൾക്ക് തരണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ശാലോം കുടുംബം മുഴുവന് വേണ്ടി, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ പക്കൽ പ്രാർത്ഥിക്കണമേ. ആമേൻ.